ഹലോ ഫ്രണ്ട്സ്, കുട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇത് തേനും വൈമ്പിലുമാണ് ഇടുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇത് രണ്ടാമത്തെ വീഡിയോ കേട്ടോ. വീഡിയോ ആകെ ഒരെണ്ണേ ഞാൻ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഷോർട്സൊക്കെ ഇങ്ങനെ ഇടുമെന്നല്ലാണ്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റുന്നില്ല കേട്ടോ. സമയം കിട്ടുന്നില്ലാത്തതുകൊണ്ട് എല്ലാത്തിൻ്റെയും കൂടെ ഒരുപോലെ പണി നടക്കുന്നില്ല ശരിക്കും പറഞ്ഞാൽ. ഇതിൻ്റെ അകത്തെല്ലാം ഇത് ഷോർട്സിൻ്റെ എല്ലാം കുറേ എഡിറ്റ് ചെയ്യാനും വോയിസ് കൊടുക്കാനും ഒക്കെ ഉണ്ടല്ലോ. അത് വോയിസ് നമ്മൾ നേരിട്ട് കൊടുത്തെടുക്കുവാണെങ്കിൽ പിന്നെ അത്രയും കുഴപ്പമില്ല. പക്ഷേ എന്നാലും ഒന്നിനും സമയം കിട്ടുന്നില്ലാത്തതുകൊണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കുട്ടിയുടെ കുറച്ച് യാത്രയും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ കുട്ടി ശരിക്കും സീരിയസ് ആയിട്ട്, അത്രയും സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് ഡോക്ടർമാരെല്ലാം ഉപേക്ഷിച്ച് നമുക്കൊന്നും ചെയ്യാനില്ല, നിങ്ങൾ തന്നെ ദൈവത്തെ വിളിച്ചോളാൻ പറഞ്ഞ ഒരു സമയത്ത് പറഞ്ഞ കുറേ നേർച്ചകളൊക്കെ ഇപ്പോഴും പെൻഡിങ് ആയിട്ട് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ഞങ്ങൾ നേർന്ന നേർച്ചയല്ല കേട്ടോ. ഇങ്ങനെ കുട്ടീനെ നമ്മളെ സ്നേഹിക്കുന്ന കുറച്ച് അത്രയും നല്ല സുഹൃത്തുക്കളുണ്ട്. അവർ മാത്രം നമുക്ക് വേണ്ടി കുറേ നേർച്ചയൊക്കെ നേർന്നായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോഴും ചെയ്യാനുള്ളത്. ശരിക്കും പറഞ്ഞാൽ അവളുടെ ആരോഗ്യപരമായിട്ടൊക്കെ ഇപ്പോഴാണ് കയറി വന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴാണ് അവളെ കൊണ്ട് പോകാനൊക്കെ പറ്റുന്നത് കേട്ടോ. നേരത്തെ നമ്മൾ പോവുമെങ്കിലും ഒരു ദിവസം പോയി പിറ്റേ ദിവസമെങ്കിലും വീട്ടിലെത്തുന്ന രീതിയിൽ പോയിട്ട് വരുമായിരുന്നു. അല്ലാണ്ടൊന്നും മോളെയും കൊണ്ട് അങ്ങനെ 2-3 ദിവസത്തേക്ക് നമ്മളിപ്പോൾ ആദ്യമായിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവർക്ക് ഇപ്പം നമ്മൾ നോക്കുമ്പം കുറേ എല്ലാം അത്രയെല്ലാം പോയിട്ട് വന്നിട്ടും ഒരു കുഴപ്പമില്ല കേട്ടോ. കുറച്ച് നമ്മൾ കിടത്തിയിട്ടും മടിയിലിരുത്തിയിട്ടും അങ്ങനെ എല്ലാം കൂടെ ഒക്കെയാണ് പോയിട്ട് വന്നത്. അതുകൊണ്ട് തന്നെ അവൾക്കൊരു പ്രശ്നമില്ല കേട്ടോ. ഞാൻ പിന്നെ ഇങ്ങനെ വണ്ടിയിലെല്ലാം കുറേ സമയം എടുത്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് കുറച്ച് കൈക്ക് വേദന അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാണ്ട് മോൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല. പിന്നെ കുറുക്ക്, അമൃതം പൊടി കുറുക്കൊക്കെ കൊടുക്കാൻ വേണ്ടി കുറച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു. കാരണം എവിടെയും പോയിട്ട് കയറി സാധാരണ നമ്മൾ എവിടെയെങ്കിലും ഫ്രണ്ട്സിൻ്റെയൊക്കെ വീട്ടിൽ സ്റ്റേ ചെയ്തിട്ടാണ് വരുന്നത്. അമ്പലങ്ങളിലൊക്കെ പോകാനായതുകൊണ്ട് ഞങ്ങൾ അങ്ങനെയും ചെയ്തില്ല. പിന്നെ അങ്ങോട്ട് പോകുന്ന വഴിക്കൊക്കെ 2 ദിവസം ഹോട്ടലിൽ നിന്നൊക്കെ കയറിയിട്ട് കുറുക്കൊക്കെ ഉണ്ടാക്കി അവരെ കൊണ്ട്, ഞാൻ പാത്രമെല്ലാമായിട്ടാണ് പോയത്, ആ പാത്രത്തിൽ തന്നെ അവരെ കൊണ്ട് ഉണ്ടാക്കിച്ച് അങ്ങനെയൊക്കെ വാങ്ങിച്ചാണ് പോയത്. ഇങ്ങോട്ട് വരുന്ന വഴി പിന്നെ നമുക്ക് വരുന്ന വഴി നമ്മുടെ ഒരു ബന്ധുവുണ്ട്, അവരുടെ വീട്ടിൽ കയറി അങ്ങോട്ട് പോയപ്പോഴും ഇങ്ങോട്ട് വന്നപ്പോഴും എല്ലാം കുറുക്കൊക്കെ കൊടുത്തിട്ടാണ് പോവുകയും വരികയൊക്കെ ചെയ്തത് കേട്ടോ. അങ്ങനെ മോള് സുഖമായിട്ട് അമ്പലത്തിലെല്ലാം എല്ലാവരും നന്നായിട്ട് കേട്ടോ, നല്ല ഇതായിട്ട്. ഇതിപ്പോൾ ഓച്ചിറ അമ്പലത്തിലെ മാത്രമാണ് ഞാൻ കാണിച്ചേക്കുന്നത് കേട്ടോ. ഈ ഒരു വീഡിയോ മൊത്തം ഓച്ചിറ അമ്പലത്തിലെയാണ് അവിടെ പോയിരിക്കുന്നതും പിന്നെ നന്ദിയുടെ അടുത്ത് മോള് പോകുന്നതും നന്ദിയെ അനുഗ്രഹിക്കുന്നതും അങ്ങനെയൊക്കെയാണ് കേട്ടോ. അങ്ങനെയെല്ലാം നല്ല ഇത് തന്നെയായിരുന്നു. എല്ലാ അമ്പലത്തിൽ പോയിട്ടും പ്രത്യേകം മോളെ ആണെങ്കിലും തൊഴിയിക്കാനും ഫ്രണ്ടിൽ നിന്നും മാറ്റാണ്ട് അങ്ങനെയൊക്കെ നോക്കി കേട്ടോ. ഇതിപ്പം ഓച്ചിറ അമ്പലത്തിലെ കഞ്ഞി നമ്മൾ പട്ടിണിയാണെങ്കിൽ ഓച്ചിറ കഞ്ഞി കൊടുക്കുമെന്ന് പറയുന്ന പണ്ട് കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഇപ്പോഴും നമ്മൾ പോയിട്ട് കഞ്ഞിയല്ല കേട്ടോ, ഇപ്പോൾ ചോറാണ്. അവിടെ ചോറും പായസവും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ കഴിച്ചു. മോക്കും കുറച്ച് എങ്ങനെയൊക്കെയോ ഞാൻ അകത്താക്കി കൊടുത്തു കേട്ടോ. പായസം ഉണ്ടായിരുന്നുകൊണ്ട് അത് കൊടുത്തു. ചോറും 2-3 ഇങ്ങനെ കൈ കൊണ്ട് ഞെരടിയൊക്കെ കുറച്ച് കൊടുത്തു. അവൾ കുറച്ചൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ അതൊക്കെ അങ്ങനെയൊക്കെ പഠിച്ച് വരണമല്ലോ. അപ്പം അമ്പലങ്ങളിലൊക്കെ എവിടെയെങ്കിലും പോയാൽ ഞാൻ എങ്ങനെയെങ്കിലും 2 ഒക്കെ വായിൽ വെച്ച് കൊടുക്കും. അപ്പം നിങ്ങളെല്ലാവരുടെ സപ്പോർട്ടും പ്രാർത്ഥനയെല്ലാം നമ്മുടെ കൂടെ ഉണ്ടാവണം കേട്ടോ. ഇപ്പം തന്നെ അവൾ മോൾക്ക് കുറേ എല്ലാം മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയെല്ലാം മാറ്റം ആരോഗ്യപരമായിട്ടെല്ലാം മാറ്റം ഇത്രയും വന്നതുകൊണ്ടാണ് അവൾക്ക്. അല്ലെ ഒരു കാറ്റടിക്കുമ്പോഴേ പനി പിടിക്കുമായിരുന്നു കേട്ടോ. നേരത്തെ അങ്ങനെ ഒരു കുഴപ്പമുണ്ടായിരുന്നു. കാറ്റടിക്കുമ്പോഴേ പനി പിടിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം പിന്നെ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അതിൽ നിന്നെല്ലാം നമ്മൾ രക്ഷപ്പെട്ട് കയറി വന്നില്ലേ. ഇനിയിപ്പം മുന്നോട്ട് നമുക്ക് അതുകൊണ്ട് തന്നെ മോളെ ആരോഗ്യപരമായിട്ടും കുറേ എല്ലാം മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. ഓക്കെ, താങ്ക് യു.